ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ, ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുകൃതികളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ ജഗദംബയുടെ അനുഗ്രഹത്തിന് എല്ലാ സജ്ജനങ്ങളും പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീദേവി നാരായണീയം ദേവിയുടെ അനൽപമായ കാരുണ്യത്തിന്റെ കഥകൾ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ നാം 5 ദശകങ്ങൾ അനുസ്മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാം അനുസ്മരിക്കുന്നത് ദശകം 6, വ്യാസനാരദ സമാഗമം. അതിൽ 1, 2, 3, 4, 5, 6 ഈ ശ്ലോകങ്ങളുടെ എല്ലാം പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു, നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ദശകത്തിൽ നാം അനുസ്മരിക്കുവാൻ പോകുന്നത് ശ്ലോകങ്ങൾ 7, 8, 9. ആദ്യം ഈ ശ്ലോകങ്ങളുടെ പാരായണം നോക്കാം. പാരായണത്തിന് ശേഷം പദങ്ങളുടെ പദച്ഛേദം, പദങ്ങൾ എങ്ങനെയാണ് ഛേദിക്കേണ്ടത് എന്നും ആ പദങ്ങളുടെ അന്വയാർത്ഥവും അതിനുശേഷം വിവരണം, അതായത് വ്യാഖ്യാനവും നമുക്ക് ശ്രവിക്കാം. ആദ്യം പാരായണം. ഹരേ കൃഷ്ണ. ശ്ലോകം 7 പാരായണം. സൈഷാ മഹാശക്തിരിതി പ്രസിദ്ധാ യദാജ്ഞയാ ബ്രഹ്മരമേശരുദ്രാഃ ബ്രഹ്മാണ്ഡസർഗസ്ഥിതി സംഹൃതിശ്ച കുർവന്തി കാലേ ന ച തേ സ്വതന്ത്രാഃ. ശ്ലോകം 8.
യസ്യാശ്ചതേ ശക്തിഭിരേവ സർവകർമാണി കുർവന്തി സുരാസുരാദ്യാഃ മർത്യാ മൃഗാഃ കൃഷ്ണ പദത്രിണശ്ച ശക്തിർവിധേയാഃ കൈഹാ വിധേയഃ. ശ്ലോകം 9. പ്രത്യക്ഷമുഖൈർന ച സാ പ്രമാണൈർജ്ഞേയാ തപോഭി കഠിനൈർവ്രതൈശ്ച ന വേദശാസ്ത്രാധ്യയനേന ചാപി ഭക്തൈവ ജാനാതി പുമാൻ മഹേശീം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവീ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം ഇപ്പോൾ നിങ്ങൾ ശ്രവിച്ചു. ആദ്യത്തെ ശ്ലോകം 7 ആ 7ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നമുക്ക് നോക്കാം. പദച്ഛേദം: ശ്ലോകത്തില് 1ാം പാദം സൈഷ, പദം ഛേദിക്കുമ്പോൾ സാ ഏഷ. മഹാശക്തി ഇതി പ്രസിദ്ധ യദാജ്ഞയാ ബ്രഹ്മരമേശരുദ്രാഃ ബ്രഹ്മാണ്ഡ സർഗസ്ഥിതി സംഹൃതീഃ ച കുർവന്തി കാലേ ന ച തേ സ്വതന്ത്രാഃ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം കൂടി നമുക്കിനി നോക്കാം. സാ ഏഷ, ആ ഈ ദേവി, മഹാശക്തി ഇതി, മഹാശക്തി എന്ന പേരിൽ പ്രസിദ്ധയാണ്. യദാജ്ഞയാ, യാതൊരു ദേവിയുടെ കൽപ്പനയാലാണ് ബ്രഹ്മരമേശരുദ്രാഃ, ബ്രഹ്മാവും രമേശൻ വിഷ്ണുവും രുദ്രനും ബ്രഹ്മാണ്ഡ സർഗസ്ഥിതി സംഹൃതീഃ ച, ബ്രഹ്മാണ്ഡ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കാലേ യഥാകാലം കുർവന്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് തേ ച അവർ ന സ്വതന്ത്രാഃ അവർ സ്വതന്ത്രന്മാരല്ല. ഈ ശ്ലോകത്തിന്റെ വിവരണം, അതായത് വ്യാഖ്യാനം നോക്കാം. ഈ ജഗത്ത് ഉണ്ടായത് എങ്ങനെയാണ്? യാതൊന്നിൽ നിന്നാണ് ഉണ്ടായത്? അതാണ് ബ്രഹ്മം. ഏതൊന്നിൽ നിന്നാണോ ഈ ജഗത്തുണ്ടായത് അത് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് ശക്തി. ഈ ബ്രഹ്മത്തിനും ശക്തിക്കും തമ്മിലുള്ള അഭേദം ഇതിനു മുമ്പ് ദശകം 1 5ാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഈ ദേവി, അതാണ് സായേഷ. ഏത് ദേവി? ദേവിക്ക് തുല്യമായിട്ട് ആരുമില്ല, അല്ലെ? മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ദേവി എല്ലാറ്റിനും കാരണഭൂതയാണ്. ദേവിക്ക് കാരണമായി മറ്റൊന്നുമില്ല. ദേവിക്ക് തുല്യായിട്ട് ദേവി മാത്രം എന്നാണ് പറഞ്ഞത്, അല്ലെ? അപ്പോൾ ആ ഈ ദേവി, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഈ ദേവി ഉണ്ടല്ലോ, മഹാശക്തി എന്ന പേരിൽ പ്രസിദ്ധയാണ്. യദാജ്ഞയാ ബ്രഹ്മരമേശരുദ്രാഃ ബ്രഹ്മാണ്ഡ സർഗസ്ഥിതി സംഹൃതീശ്ച. ഈ ദേവിയുടെ കൽപ്പന അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ദേവിയുടെ ആജ്ഞ അനുസരിച്ചാണ് ബ്രഹ്മാവും രമേശൻ, ആരാണ്? രമയുടെ ഈശൻ മഹാവിഷ്ണു, രുദ്രനും മഹാദേവൻ, ഈ 3 പേരും ബ്രഹ്മാണ്ഡത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ യഥാകാലം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാകാലം കുർവന്തി, വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്. അതേ സമയത്ത് നചതേ സ്വതന്ത്ര, അവർ ഒരിക്കലും സ്വതന്ത്രന്മാരല്ല.
അവർ 3 പേരും ദേവിയാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ശക്തി അല്ലെങ്കിൽ ആ ദേവി മഹാശക്തിയാണ് എന്ന് പറഞ്ഞു അല്ലേ? ആ മഹാശക്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവിയുടെ ആജ്ഞ കൊണ്ട് മാത്രമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് സൃഷ്ടി സംഹാരങ്ങൾ യഥാകാലത്ത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇനി അപ്പൊ എല്ലാറ്റിനും കാരണം ശക്തിയാണ്. എല്ലാ പ്രവർത്തനത്തിനും കാരണം ശക്തിയാണ്. ശക്തി സ്വരൂപിണിയാണ് ദേവി. ഓരോന്നിനും ഓരോ തരം ശക്തി ഉണ്ടെന്നാണ് പറയുക. ഇപ്പോ നമുക്ക് കണ്ണ് ഉണ്ടല്ലേ, കണ്ണുകൊണ്ട് നമുക്ക് കാണണമെങ്കിൽ അതിനൊരു ശക്തി വേണം. അത് ആ ദേവി ശക്തി തന്നാൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ദർശന ശക്തി അല്ലേ? ചെവിക്ക് കേൾക്കണം, ശ്രവണശക്തി വേണം. പിന്നെ നാവിന് സംഭാഷണം, നമുക്കിപ്പോൾ നാമങ്ങൾ ചൊല്ലാനും സംഭാഷണങ്ങൾ നടത്താനും എല്ലാറ്റിനും നാവിന് ശക്തി വേണം. അതെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? അതും ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. ദഹനേന്ദ്രിയങ്ങൾക്ക് ദഹനശക്തി വേണം, ബുദ്ധിക്ക് വിചാരശക്തി വേണം, മനസ്സിന് സങ്കല്പശക്തി വേണം. ഇനി സൂര്യനും ദീപത്തിനും ഒക്കെ എന്താ വേണ്ടത്? പ്രകാശന ശക്തി. പ്രകാശിപ്പിക്കാല്ലേ? സൂര്യൻ ഉദിച്ചാൽ മാത്രമേ നമുക്ക് പ്രകാശം ലഭിക്കുകയുള്ളൂ. അതുപോലെ ദീപം കത്തിച്ചാൽ മാത്രമേ നമുക്ക് വെളിച്ചം കിട്ടുള്ളൂ, പ്രകാശം ലഭിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ അതിനൊക്കെ ഒരു ശക്തി വേണം. അപ്പോ വായുവിനോ? വീജനശക്തി, അതായത് വീശാനുള്ള. ആ വായു ഇങ്ങനെ വെറുതെ നിന്നാൽ പോരെ, അതിങ്ങനെ വായു കാറ്റടിക്കണ്ടേ? കാറ്റടിച്ചാൽ മാത്രമല്ലേ എല്ലായിടത്തും കാറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ വീജനശക്തി, അത് വീശാനുള്ള ശക്തി വേണം. അതെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? വായുവിന് ലഭിക്കുന്നത്? അതും ശക്തിയിൽ നിന്ന് തന്നെയാണ്, ആ ദേവിയിൽ നിന്ന് തന്നെയാണ്. ബ്രഹ്മാവിന് സൃഷ്ടിക്കുള്ള ശക്തി വേണം. മഹാവിഷ്ണുവിനോ? സംരക്ഷിക്കാനുള്ള രക്ഷണശക്തി അല്ലേ? രുദ്രന് സംഹാരശക്തി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശക്തിയുണ്ട്. ഈ ശക്തികളെല്ലാം തന്നെ വൃഷ്ടിശക്തികളാണ്. അപ്പോ സമഷ്ടി ശക്തി എന്താ? അത് ഈ ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ മഹാശക്തി സ്വരൂപിണി എന്ന് വിളിക്കുന്നു. നമ്മളെല്ലാവരും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നവരാണ്. ലളിതാ സഹസ്രനാമത്തിൽ നമുക്കത് പ്രത്യേകമായിട്ട് കാണാൻ കഴിയും. മഹാശക്തി സ്വരൂപിണി, ആ വാക്ക് അത് നമുക്ക് വായിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിൽ വരും അല്ലേ? അപ്പോ ത്രിമൂർത്തികൾ പോലും ദേവിയുടെ ആജ്ഞാനുവർത്തികളാണ്. അവർക്ക് പോലും സ്വയമേവ കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല. അവർ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് ദേവിയുടെ ആജ്ഞാനുവർത്തികളായിട്ടാണ്. ദേവിയുടെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ ജോലികൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദേവിയുടെ നിർദ്ദേശമില്ലാതെ ഒന്നും ഇവർക്ക് ഈ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദേവിയുടെ നിർദ്ദേശം കിട്ടിയാൽ ചെയ്യാതിരിക്കാനും പറ്റില്ല. അവർ സ്വന്തം കർമ്മത്തിൽ സ്വതന്ത്രരല്ല. സർവതന്ത്ര സ്വതന്ത്രയായിരിക്കുന്നത് ആരാണ്? ദേവി മാത്രം. എല്ലാവരും ശ്രീ ശങ്കരാചാര്യരുടെ മഹാകൃതി അല്ലെങ്കിൽ ശങ്കരാചാര്യർ രചിക്കപ്പെട്ടിട്ടുള്ള സൗന്ദര്യലഹരി അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. അതിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ശിവശക്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതം ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. ശിവശക്തിയായുക്തഃ, ശക്തിയായുക്തഃ ശിവഃ. ആരാണ് ശിവൻ? പരമശിവൻ.
ശക്തിയായുക്ത, ശക്തിയോട് കൂടിയവനായിട്ട്. ഭവതി യതി, യതി ഭവതി ശക്തപ്രഭവിതും, ഭവിക്കുന്ന പക്ഷം, ശക്തിയോട് കൂടിയവനായി ഭവിക്കുന്ന പക്ഷം, പ്രഭവിതം സൃഷ്ടികർമ്മത്തിന് ശക്ത, ശക്തനായി തീരുന്നു. ഏവം ന ചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമപി. അപ്പോ ആ പരമേശ്വരൻ സദാശിവൻ മഹാദേവൻ ശക്തിയോടുകൂടിയവനായി ഭവിക്കുന്ന പക്ഷം മാത്രമേ സൃഷ്ടികർമ്മത്തിന് ശക്തനായി തീരുന്നുള്ളൂ. പ്രപഞ്ച നിർമ്മാണത്തിന് ശക്തനായി ഭവിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം സ്വസ്ഥാനത്തിൽ നിന്ന് ഇളകുന്നതിനുകൂടി ആ ദേവൻ ശക്തനല്ല. അപ്പോ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ കൂടി ആരാധിക്കപ്പെട്ടവളാണ് മഹാശക്തി സ്വരൂപിണി ആയിട്ടുള്ള ആ ദേവി, അല്ലേ? സൗന്ദര്യലഹരി 1-ാമത്തെ ശ്ലോകത്തിൽ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദർ. അങ്ങനെയാവുമ്പോൾ പിന്നീട് എന്താ പറയണേ? ബുദ്ധിക്ക് വിചാരശക്തി, മനസ്സിന് സങ്കല്പശക്തി, സൂര്യനും ദീപത്തിനും പ്രകാശനശക്തി, വായുവിന് വീജനശക്തി, ബ്രഹ്മാവിന് സൃഷ്ടിശക്തി, വിഷ്ണുവിന് രക്ഷണശക്തി, രുദ്രന് സംഹാരശക്തി. ഇങ്ങനെ ഈ മട്ടിൽ ഓരോരോ ശക്തികളെ കൊണ്ടാണ് ഓരോന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വൃഷ്ടിശക്തികളാണ്. അപ്പോൾ സമഷ്ടി ശക്തി ഇല്ലാതിരിക്കുകയില്ലല്ലോ. ഈ സമഷ്ടി ശക്തി ആരാണ്? ദേവിയല്ലാതെ മറ്റാരുമല്ല. അതിനാലാണ് ദേവിയെ മഹാശക്തി സ്വരൂപിണി എന്ന് അഭിജ്ഞന്മാർ വിളിക്കുന്നത്. ദേവിയുടെ ആജ്ഞാനുവർത്തികളായിട്ടാണ് ഈ ത്രിമൂർത്തികൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുന്നത്. ദേവിയുടെ നിർദ്ദേശമില്ലാതെ ഇവർക്ക് ഈ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. നിർദ്ദേശം കിട്ടിയാൽ ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ത്രിമൂർത്തികൾ പോലും സ്വന്തം കർമ്മത്തിൽ സ്വതന്ത്രന്മാരല്ല. സർവതന്ത്ര സ്വതന്ത്രയായിരിക്കുന്നത് ആരാണ്? ദേവി മാത്രം എന്നാണ് ഈ 7-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇനി 8-ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. യസ്യാഹ ച തേ ശക്തിഭിഃ ഏവ സർവകർമാണി കുർവന്തി സുരാസുരാദ്യാഃ മർത്യാഃ മൃഗാഃ കൃഷ്ണ പദത്രിണഃ ച ശക്തേഃ വിധേയാഃ കഃ ഇഹ അവിധേയ. കഃ ഇവ അവിധേയ, അവിധേയ. അവിധേയാഞ്ച വിധേയൻ അല്ല എന്ന്. അവിധേയ, ഇതിന്റെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. തേച്ച, അവർ യസ്യാശക്തിഭിഃ ഏവ, ആ ദേവിയുടെ ശക്തികൾ കൊണ്ട് തന്നെയാണ് സർവകർമാണി കുർവന്തി, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഹേ കൃഷ്ണ, സുരാസുരാദ്യാഃ, ദേവന്മാർ അസുരന്മാർ മുതലായവർ, മർത്യാഃ മൃഗാഃ, മനുഷ്യരും മൃഗങ്ങളും, പദത്രിണഃ ച, പദത്രിണങ്ങൾ പക്ഷികൾ, ഇങ്ങനെ സർവജീവജാലങ്ങളും ശക്തേഃ വിധേയാഃ, ശക്തിക്ക് വിധേയന്മാരാണ്. അവിധേയഃ ഇഹ കഃ, വിധേയനല്ലാതെ ഇവിടെ ആരുണ്ട്? ആരുമില്ല എന്നർത്ഥം. ഈ ശ്ലോകത്തിന്റെ വിവരണം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു മഹാശക്തി സ്വരൂപിണിയായ ദേവിയുടെ ആജ്ഞാകാരന്മാരാണ് ത്രിമൂർത്തികൾ എന്ന്, അല്ലേ? അവര് സ്വന്തം കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായ ശക്തികളൊക്കെ അവർക്ക് ലഭിച്ചതും ആരിലൂടെയാണ്? ദേവിയുടെ ശക്തികൾ കൊണ്ട് തന്നെയാണ്. യസ്യാശ്ചതേ ശക്തിഭിരേവ സർവകർമാണി കുർവന്തി. അപ്പോ ആരൊക്കെ കർമ്മം ചെയ്യുന്നു? സുരാസുരന്മാർ, സുരന്മാരും അസുരന്മാരും, മർത്യന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, പിന്നെ പദത്രിണഃ, പക്ഷികൾ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവജീവജാലങ്ങളും ഈ മഹാശക്തിക്ക് വിധേയരാണ്.
വിധേയരല്ലാതെ ഇവിടെ ആരും തന്നെ ഇല്ല. ആരാണ് വിധേയരല്ലാതെയുള്ളത്? സമസ്ത ജീവജാലങ്ങളും ശക്തിക്ക് വിധേയരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ത്രിമൂർത്തികള് മഹാശക്തി സ്വരൂപിണിയുടെ ആജ്ഞാകാരന്മാരാണ് എന്ന് പറഞ്ഞു അല്ലേ? അവർക്ക് വേണ്ടുന്ന ആ കർമ്മങ്ങൾ, അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായ ശക്തികളൊക്കെ അവർക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ഈ മഹാശക്തി സ്വരൂപിണിയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ദേവി കൊടുത്ത ആ ശക്തികൾ കൊണ്ടാണ് ത്രിമൂർത്തികള് സ്വന്തം കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നർത്ഥം. ഇതില് ത്രിമൂർത്തികൾ മുതൽ പുൽക്കൊടി വരെ, അതാണ് ഇവിടെ പറയണത്. എല്ലാവരും സുരാസുരന്മാര്, ദേവന്മാര്, അസുരന്മാര്, മർത്യാഹ, മൃഗാഹ, മർത്യർ എന്ന് വെച്ചാൽ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ ഒക്കെ ഈ കാണുന്ന സർവജീവജാലങ്ങളും മഹാശക്തിക്ക് വിധേയരത്രേ എന്നാണ് 8ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഹരേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഇനി അടുത്ത് ശ്ലോകം 9 പദച്ഛേദം നോക്കാം. പ്രത്യക്ഷമുഖ്യൈഃ ന ച സാ പ്രമാണൈഃ ജ്ഞേയ തപോഭിഃ കഠിനൈഃ വ്രതൈഃ ച ന വേദശാസ്ത്രാധ്യയനേന ച അപി ഭക്ത്യാ ഏവ ജാനാതി പുമാൻ മഹേശീം. അന്വയാർത്ഥം. പ്രത്യക്ഷമുഖ്യൈഃ, പ്രത്യക്ഷം മുതലായ പ്രമാണൈഃ, പ്രമാണങ്ങൾ കൊണ്ടും, കഠിനൈഃ തപോഭിഃ, കഠിനമായ തപസ്സുകൾ കൊണ്ടും, വ്രതൈഃ ച, വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും, സാ ന ജ്ഞേയ, ആ ദേവിയെ അറിയാനാവില്ല. വേദശാസ്ത്രാധ്യയനേന ച അപി സാ ന ജ്ഞേയ, വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഒക്കെ പഠിച്ചു എന്നതുകൊണ്ടും ദേവിയെ അറിയാൻ സാധിക്കണമെന്നില്ല, ദേവിയെ അറിയാൻ കഴിയുകയില്ല. പുമാൻ ഭക്ത്യാ ഏവ, മനുഷ്യൻ ഭക്തി കൊണ്ട് മാത്രം മഹേശീം ജാനാതി, ആ മഹേശ്വരിയെ, മഹാസ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയെ അറിയുന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ഇവിടെ ആ മഹാശക്തി സ്വരൂപിണിയായ ദേവിയെ എങ്ങനെ അറിയാം എന്നാണ് പറയുന്നത്. എങ്ങനെ അറിയാം? പ്രത്യക്ഷം മുതലായ പ്രമാണങ്ങൾ കൊണ്ടും ദേവിയെ അറിയാൻ കഴിയില്ല. തപോഭിക്കഠിനൈഹി, തപസ്സുകൊണ്ട് സാധിക്കില്ല. കഠിനമായ വ്രതങ്ങളെ കൊണ്ടും സാധിക്കില്ല. വേദശാസ്ത്രാധ്യയനേന ച അപി, വേദശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ചു, അതുകൊണ്ടും ഈ ദേവിയെ അറിയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ദേവിയെ എങ്ങനെ അറിയാൻ കഴിയുക? എങ്ങനെ അറിയാൻ സാധിക്കും? ദേവിയെ ഭക്തി കൊണ്ട് മാത്രമേ, ഭക്തൈവ ജാനാതി പുമാൻ മഹേശീം, ആ ദേവിയെ ഭക്തി കൊണ്ട് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, ഇവയാണ് അറിവിന്റെ പ്രമാണങ്ങൾ. അപ്പോ ദേവിയെ ചെവി കൊണ്ട് കേട്ടാൽ അറിയാനാവുമോ? അറിയാനാവില്ല. ത്വഗിന്ദ്രിയം കൊണ്ട് തൊട്ടറിയാൻ കഴിയില്ല, അതും ദേവിയെ അറിയാൻ സാധിക്കില്ല. കണ്ണുകൊണ്ട് കണ്ടറിയാൻ ആവില്ല. നാവ് കൊണ്ട് രുചിച്ചറിയാൻ ആവില്ല, അതും സാധിക്കില്ല. മൂക്കുകൊണ്ട് ഗന്ധം അനുഭവിക്കാനും അങ്ങനെ മണത്തറിയാനും ദേവി എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും ദേവിയെ അറിയാനാവില്ല എന്നതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണത്തിൽ ദേവി ജ്ഞേയയല്ല. പുക കണ്ടാൽ നമുക്ക് അവിടെ തീയുണ്ട് എന്ന് അനുമാനിക്കാം, അല്ലെ? ഇതുപോലെ ദേവിയെ അനുമാനിക്കാൻ സാധിക്കുമോ? പറ്റില്ല.
അതുല്യയായതുകൊണ്ട് ഉപമിച്ചുകൊണ്ട്, അതായത് ഇന്ന പോലെയാണ് ദേവി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞറിയാൻ നമുക്ക് സാധിക്കുമോ? അതും അങ്ങനെ ദേവിയെ അറിയാൻ സാധിക്കില്ല. ഇനി ശബ്ദം എന്ന് പറഞ്ഞാൽ വേദം അല്ലെങ്കിൽ ആപ്തവാക്യം. ദേവി വാക്കിന് വിഷയമല്ലാത്തതിനാൽ ശബ്ദം കൊണ്ടും ദേവി ജ്ഞേയല്ല. അങ്ങനെയും ദേവിയെ അറിയുവാൻ സാധിക്കില്ല. പിന്നെയോ വേദശാസ്ത്രാധ്യയനം, തപസ്, വ്രതാനുഷ്ഠാനം മുതലായവയെ കൊണ്ടും ഒന്നും ദേവിയെ അറിയുവാൻ സാധിക്കില്ല. ദേവിയെ അറിയാൻ ഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ദേവിയെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം എല്ലാവരും ആ പരാശക്തിയെ, ആദിപരാശക്തിയെ ഭക്തിപൂർവം സേവിക്കുക. ഭക്തിയോടുകൂടി ദേവിയെ ആരാധിക്കുന്ന ഭക്തന് ദേവി പ്രത്യക്ഷയാണ്. ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ഈ ഹരേ കൃഷ്ണ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാം ആദിപരാശക്തിയുടെ തൃപ്പാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിച്ചുകൊണ്ട് സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മേ ശരണം.